നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH66 എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് തുടക്കം. പാപമോചനത്തിലൂടെയും ആത്മസംസ്കരണത്തിലൂടെയും ജീവിത വിശുദ്ധി നേടിയെടുക്കുന്ന റമദാൻ വ്രതത്തിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ പ്രവേശിച്ചു. മസ്ജിദുകളിൽ തറാവി നമസ്കാരം ആരംഭിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നുകൾക്കും റിലീഫ് പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന രജിസ്ട്രേഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രജിസ്ട്രേഡ് വാഹന സ്ക്രാപ്പിംഗ് കേന്ദ്രത്തിന് എടപ്പാളിൽ തറക്കല്ലിട്ടു. KSRTC, സിംകോ, RVSF സംയുക്ത സംരംഭത്തിന് ശിലാസ്ഥാപനം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. LKG, UKG കുട്ടികൾ പഠിക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട്സ് സ്കൂളിൽ മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ 1:30 സംഭവം. 2000 രൂപ നഷ്ടപ്പെട്ടു. കുട്ടികൾ പഠിക്കട്ടെ എന്ന കുറിപ്പും വെച്ചാണ് മോഷ്ടാവ് മടങ്ങിയത്. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH66 എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH66. കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ധനസഹായം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ പദ്ധതി ഉപേക്ഷിക്കാതെ 5600 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ NHന്റെ വികസനത്തിനായി കണ്ടെത്തിയത് എന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി വലിയ വികസനങ്ങൾ ഈ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ആകെയുള്ള 30,000 കിലോമീറ്റർ റോഡുകളിൽ 50% BM&BC നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ 18,000 കിലോമീറ്റർ റോഡുകൾ BM&BC നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ പുനർനിർമ്മിക്കേണ്ടത് അനിവാര്യമായി ആ പ്രളയത്തിന്റെ അനുഭവത്തിന്റെ കൂടി ഭാഗമായി സർക്കാർ കാണുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെ 33.24 കിലോമീറ്റർ റോഡ് പുനർനിർമ്മിക്കുന്നതിന് 316 കോടി 82 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രവൃത്തി വിചാരിച്ചത്ര പുരോഗതി ഉണ്ടായില്ല. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കർശന നിലപാട് സ്വീകരിച്ചു. കരാറുകാരനെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്തു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ലോകബാങ്കിന്റെ അംഗീകാരം വീണ്ടും ലഭ്യമാക്കി റീടെൻഡർ നടത്തി. അങ്ങനെയാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഒരു സർക്കാരിന് ഇത്തരത്തിൽ കർക്കശ സമീപനം സ്വീകരിക്കാൻ സാധിക്കുക മടിയിൽ കനമില്ലാത്ത ഘട്ടത്തിലാണ്. അങ്ങനെ മടിയിൽ കനമില്ലാത്ത സർക്കാരാണ് LDF സർക്കാർ. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, നഗരസഭാ കൗൺസിലർ NA ഷനോഫ്, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം സദാനന്ദൻ മാസ്റ്റർ, KSTP ചീഫ് എഞ്ചിനീയർ ഐസക് വർഗീസ്, പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E സ്വപ്ന, LA സ്പെഷ്യൽ തഹസിൽദാർ TG ബിന്ദു, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ റിന, കുന്നംകുളം പ്രസ് ക്ലബ് അംഗം ജിജോ തരകൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K കൊച്ചനിയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, EA ദിനമണി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 3 പദ്ധതികളായ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ പൂർത്തീകരണ ഉദ്ഘാടനം, കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം, കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖ കൈമാറൽ എന്നിവയുടെ ഉദ്ഘാടനമാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. LKG, UKG കുട്ടികൾ പഠിക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട്സ് സ്കൂളിൽ മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ 1:30 സംഭവം. സ്കൂളിന്റെ മുൻവശത്തെ
പ്രധാന ഗ്രില്ലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് സ്കൂളിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. തുടർന്ന് ഓഫീസ്, സ്റ്റാഫ് റൂം, പ്രിൻസിപ്പാളിന്റെ റൂം എന്നിവിടങ്ങളിലെ വാതിൽ കുത്തി തുറക്കുകയും മേശകളിലെ വലിപ്പുകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും ചെയ്ത നിലയിലാണ്. മേശയുടെ മുകളിൽ കുട്ടികൾ പഠിക്കട്ടെ എന്നെഴുതിയ കുറിപ്പും കണ്ടെത്തി. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം SI TP ജാബിറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് പോലീസ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഫിംഗർ ടെസ്റ്റിംഗ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ, മുഹമ്മദ് മൂസിൻ, കുന്നംകുളം SI ശരത് സോമൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പാപമോചനത്തിലൂടെയും ആത്മസംസ്കരണത്തിലൂടെയും ജീവിത വിശുദ്ധി നേടിയെടുക്കുന്ന റമദാൻ വ്രതത്തിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ പ്രവേശിച്ചു. ഉമിനീരിറക്കാത്ത പകലുകളുടെ കാഠിന്യം, പ്രാർത്ഥനയിലൊരുകുന്ന മനസ്സുകളുടെ നിവേദനം, അതാണ് റമദാൻ. 11 മാസത്തെ ജീവിതക്രമത്തിൽ നിന്നും മാറി ഇസ്ലാം മതവിശ്വാസികൾ ആത്മീയതയിൽ മുഴുകുന്ന പുണ്യമാസം. സമർപ്പിത ജീവിതത്തിന്റെ 30 ദിനങ്ങൾ. പാപങ്ങളുടെ തലച്ചുവട് തപം ചെയ്ത് ഉരുക്കിക്കളയും ഈ ദിനങ്ങളിൽ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിയുന്നതോടെ അന്യന്റെ വിശപ്പ് സ്വന്തമാക്കുന്ന കർമ്മപരിഹാരമാണ് നോമ്പ്. റമദാൻ കേവലം വിശ്വാസികളുടെ മാത്രം ഒരു മാസമല്ല. അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇഫ്താർ മീറ്റുകൾ, നോമ്പ് തുറകൾ കൊണ്ട് സ്നേഹങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, അന്യൻ്റെ വിശപ്പിനോട് ഐക്യദാർഢ്യം സ്വന്തമായി വിശപ്പ് ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും മനോഹരമായ വലിയ സന്ദേശമാണ് മറ്റ് സമൂഹത്തിനും രാജ്യത്തിനും മനുഷ്യർക്ക് മൊത്തവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വലിയ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഓരോ സത്യവിശ്വാസിയും ബാധ്യസ്ഥനാണ് എന്നുകൂടെ ഉണർത്തുകയാണ്. ഇസ്ലാമിന്റെ 5 നിർബന്ധമാക്കപ്പെട്ട അടിസ്ഥാന ശിലകളിൽ 4ാമത്തേതായ റമദാനിലെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഖുർആനിലെ 2-ാം അധ്യായം 183-ാം വചനത്തിൽ പറയുന്നു: സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. പ്രഭാതം മുഴുവൻ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വികാരവിചാരങ്ങൾ ഉപേക്ഷിച്ചും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് വ്രതശുദ്ധിയിലൂടെ നല്ലൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ് ഇസ്ലാം നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങൾ പശ്ചാത്താപം ചെയ്ത് നന്മയിലേക്ക് മടങ്ങാനുള്ള കാലമാണ് റമദാൻ. ഇർഹമു മൻ ഫിൽ അർള് വയർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചെങ്കിൽ മാത്രമേ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകരാണ്. ആ വാക്കുകളെയൊക്കെ അന്വർത്ഥമാക്കുന്ന ജീവിതമാവട്ടെ ഈ റമദാൻ എന്നാശംസിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയായതിനാൽ വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കും. ദാനധർമ്മത്തിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസം കൂടിയാണ് റമദാൻ. സക്കാത്ത് വിതരണം കാര്യക്ഷമമായി നടത്തുന്നതിനാൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് റമദാൻ ആശ്വാസത്തിന്റെ മാസം കൂടിയാണ്. ദാനിയുടെ ഔദാര്യമല്ല, സ്വീകരിക്കുന്നവന്റെ അവകാശമാണ് സക്കാത്ത്. റമദാനിൽ മസ്ജിദുകളിൽ പ്രത്യേക നമസ്കാരമായ തറാവീഹ് നമസ്കാരം ആരംഭിച്ചു. കൂടാതെ വിവിധ സന്നദ്ധ സംഘടനകൾ ഇഫ്താർ വിരുന്നൊരുക്കും. റിലീഫ് പ്രവർത്തനങ്ങളും റമദാനിൽ സജീവമാകും. പെരുമ്പിലാവ് ആൽത്തറ ആലുംതൈ ആനക്കല്ല് റോഡിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം സ്ഥലത്തെത്തി 30 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുനിൽകുമാർ, ഉദ്യോഗസ്ഥരായ PB സുനിൽദാസ്, NK സതീഷ്, ഷിബിൻ രാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് വർധനവാണ് ഉണ്ടായതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രണ്ടായിരത്തി 2.59 കോടിയോളം തീർത്ഥാടകർ കേരളത്തിലെത്തി. ടൂറിസം രംഗത്ത് പിന്നിലായിരുന്ന മലബാർ മേഖലയിലും ഈ വർധനവ് പ്രതിഫലിച്ചു. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കാടുപിടിച്ചു കിടന്ന പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസുകളെല്ലാം നവീകരിച്ചു.
ഗസ്റ്റ് ഹൌസ് ബുക്കിംഗിന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഈ ഇനത്തിൽ സർക്കാരിന് 30 കോടിയുടെ വരുമാനം ലഭിച്ചു. ഗുരുവായൂർ ഗസ്റ്റ് ഹൌസിൽ സാധാരണക്കാരന് മുറി ലഭിക്കുന്ന സംവിധാനം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഉണ്ടായതിനു ശേഷം ഏറ്റവും അധികം എണ്ണം സഞ്ചാരികൾ കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന വർഷം 2025 2024 28,95,002 സഞ്ചാരികളാണ് അധികമായി വന്നത്. ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ കുതിപ്പാണുണ്ടായത്. വിദേശ സഞ്ചാരികൾ കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ വലിയ നിലയിലേക്ക് വർദ്ധിച്ചു വന്നു. ഒരു വർഷം കൊണ്ട് 11.5% വിദേശ സഞ്ചാരികൾ കേരളത്തിൽ വർദ്ധിച്ചു. ഇതിൽ ഓരോ ജില്ലയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിൽ മലബാറിലെ 3 ജില്ലകളിൽ ആദ്യ 6 സഞ്ചാരികൾ ഏറ്റവും അധികം വന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. പൊന്നാനി ആൽത്തറ മമ്മിയൂർ റോഡിന് 10 കോടി അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, KV അബ്ദുൽ ഖാദർ, TT ശിവദാസൻ, കൗൺസിലർമാരായ V അനൂപ്, ആതിര രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. 50 സെന്റ് സ്ഥലത്ത് 31.95 കോടി രൂപ ചെലവഴിച്ച് 56 മുറികളോടുകൂടിയാണ് അതിഥി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. സാന്ത്വന പരിചരണ രംഗത്ത് വേറിട്ട മാതൃകയുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് 2 ലക്ഷം രൂപ വിലമതിക്കുന്ന വിവിധ ചികിത്സാ ഉപകരണങ്ങൾ സൊസൈറ്റി കൈമാറി. ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ നിർവഹിച്ചു. ചടങ്ങിൽ KM ഗഫൂർ അധ്യക്ഷത വഹിച്ചു. കിടപ്പിലായ രോഗികൾക്കും നിത്യേന പരിചരണം ആവശ്യമുള്ളവർക്കും ഏറെ ആശ്വാസകരമാകുന്ന ഉപകരണങ്ങളാണ് യൂണിറ്റിന് കൈമാറിയത്. ചടങ്ങിൽ ഡോക്ടർ KV ദേവദാസ്, ഡോക്ടർ CP രാവുണ്ണിക്കുട്ടി എന്നിവർ മുഖ്യാതിഥികളായി. ഷമീർ ഇഞ്ചിക്കാലയിൽ, പെൻകോ ബക്കർ, സക്കറിയ ചീരൻ, PM ബെന്നി, G സുരേഷ് ബാബു, ശാമുവൽ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സന്നദ്ധ പ്രവർത്തകരും പാലിയേറ്റീവ് ഭാരവാഹികളും സംബന്ധിച്ചു. പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനമിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന പാപ്പാളി കിഴക്കുഭാഗം പനന്തറ കളത്തിങ്ങൽ ബാലന്റെ മകൻ രാജേഷ് ആണ് ഇടുക്കി വണ്ടൻമേട് പഞ്ചായത്തിന്റെ ബൊലറോ കാർ ഇടിച്ചു മരിച്ചത്. 42 വയസ്സാണ്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പെരിയമ്പലം തങ്ങൾപ്പടിയിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് അപകടം. പരിക്കേറ്റ യുവാവിനെ അൽഫോൺസ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്ലാബ് മതിൽ നിർമ്മാണ തൊഴിലാളിയായ രാജേഷ് അവിവാഹിതനാണ്. സുജാതയാണ് മാതാവ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രജിസ്റ്റേർഡ് വാഹന സ്ക്രാപ്പിംഗ് കേന്ദ്രമായ KSRTC സിംകോ RVSF സംയുക്ത സംരംഭത്തിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എടപ്പാളിൽ തറക്കല്ലിട്ടു. ഈ 94 പേരെ ഇരുന്നിട്ട് ഒരു പേപ്പർ ചോദിച്ചാൽ തരില്ല. ഒരു ഗവൺമെന്റിന്റെ ഒരു പേപ്പർ എല്ലാ സാധനം റിപ്പോർട്ട് 50 പ്രാവശ്യം വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് 94 പേരെ ഇരിക്കേണ്ടത് 30 പേരെ ഇമ്മീഡിയറ്റായിട്ട് അവിടെ നിന്ന് മലപ്പുറത്തേക്കും മറ്റു സ്ഥലങ്ങളിൽ ആളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മുഴുവൻ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. പ്രത്യേക അനുമതി അദ്ദേഹത്തിന് MLA ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹം 50 ലക്ഷം രൂപ. പക്ഷെ അത് തരാൻ കഴിയില്ല എന്ന ധനകാര്യ വകുപ്പിന്റെ വാദത്തെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ നേരിട്ട് പോയി ധനകാര്യ മന്ത്രിയെ കണ്ട്, ധനകാര്യ സെക്രട്ടറിയെ കണ്ട് സ്പെഷ്യലായി ഇത്തരത്തിലൊരു കാര്യത്തിന് വേണ്ടി പണം MLA ഫണ്ട് ഉപയോഗിക്കാനുള്ള അനുമതി വാങ്ങി അദ്ദേഹം നമുക്ക് 50 ലക്ഷം രൂപ അവിടെ തന്നു. അതിന് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ 25 ലക്ഷം രൂപ ചെലവഴിച്ച് യാർഡ് വൃത്തിയാക്കി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസായിരുന്ന സ്ഥലം മനോഹരമാക്കി തന്നു. അദ്ദേഹത്തിന്റെ ഫണ്ടാണ്. സംസ്ഥാനത്ത് വാഹന റീസൈക്ലിംഗ് മേഖലയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായാണ് ഈ പദ്ധതിയെ വിലയിരുത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. KT ജലീൽ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗായത്രി R, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുബ്സിറ സിറാജ്, ഗതാഗത വകുപ്പ് സെക്രട്ടറി PB നൂഹ് IAS, KSRTC CMD ഡോക്ടർ പ്രമോദ് ശങ്കർ, IOFS, KSRTC സിംകോ RVSF സംയുക്ത സംരംഭം ഡയറക്ടർമാരായ ബിനു കൃഷ്ണൻ, സന്ദീപ് കൃഷ്ണൻ, ഫാസിൽ ഹബീബ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ 3 രജിസ്റ്റേർഡ് RVSF സംവിധാനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ മധ്യകേരളത്തിൽ പൂർണ്ണമായും സേവനം നൽകുന്ന ഏക RVSF കേന്ദ്രമാണ് എടപ്പാളിലെ KSRTC സിംകോ RVSF സംയുക്ത സംരംഭം നടപ്പാക്കുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി എന്നീ 5 ജില്ലകളാണ്
എടപ്പാൾ കേന്ദ്രത്തിന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുക. ഈ ജില്ലകളിലെ വാഹനോടമകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി സേവനം ലഭ്യമാക്കുന്നതിനായി KSRTC, സിംകോ, RVSF തന്നെ നിയന്ത്രിക്കുന്ന അധികൃത കളക്ഷൻ സെന്ററുകൾ വിവിധ കേന്ദ്രങ്ങളിൽ ഉടൻ ആരംഭിക്കും. KSRTCയുടെ എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിനോട് ചേർന്ന് 3 ഏക്കർ ഭൂമിയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ കേന്ദ്രത്തിന് പ്രതിദിനം 100 മെട്രിക് ടൺ വരെ വാഹനങ്ങൾ ശാസ്ത്രീയമായി സ്ക്രാപ്പ് ചെയ്യാനുള്ള ശേഷിയുണ്ടാകും. 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനമാരംഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ പ്രവർത്തനമാരംഭിച്ച ആദ്യ വർഷം തന്നെ ഏകദേശം 300 കോടി രൂപയുടെ വാർഷിക ടേൺ ഓവർ ലക്ഷ്യമിടുന്നതായും അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് വൈക്കം രാമചന്ദ്രനെ തെരഞ്ഞെടുത്തു. 50,001 രൂപയും ശ്രീ ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പതക്കവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പൂന്താന ദിനമായ ഫെബ്രുവരി 22 രാവിലെ 10:30 പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ പുരസ്കാരം സമ്മാനിക്കും. 2023 പുരസ്കാരം പ്രൊഫസർ V മധുസൂദനൻ നായർക്കും ഇതേ വേദിയിൽ സമ്മാനിക്കും. കോടതി ഇടപെടലിനെ തുടർന്ന് നൽകാൻ കഴിയാതിരുന്ന പുരസ്കാരമാണ് ഇപ്പോൾ നൽകുക. അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്നേഹോപഹാരം സമ്മാനിച്ച ജോൺസൺ മാസ്റ്റർ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ചിത്രകലാധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടാണ് വിദ്യാലയത്തിലെ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സ്നേഹസമ്മാനം നൽകിയത്. ക്ലാസ് റൂമിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥി നിൽക്കുന്ന ചിത്രം പതിച്ച മൊമന്റോയാണ് ഉപഹാരമായി മാസ്റ്റർ സ്വയം ഡിസൈൻ ചെയ്ത് 387 കുട്ടികൾക്കായി വിതരണം ചെയ്തത്. പഠനകാലത്തെ ഫോട്ടോയും ക്ലാസ് റൂമിന്റെ ചുമരുകളും പഠനം കഴിഞ്ഞാലും എന്നും കാണാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുന്ന വിധമാണ് ചിത്രകലാ അധ്യാപകനായ ജോൺസൺ മാസ്റ്റർ ഉപഹാരം തയ്യാറാക്കി വിതരണം നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥലമേറ്റെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ആധുനിക സൗകര്യങ്ങളോടെയുള്ള ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന് ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ദേവസ്വം മെഡിക്കൽ സെന്ററിലും മറ്റു സ്ഥാപനങ്ങളിലും അടിയന്തരമായി CCTV ക്യാമറകൾ സ്ഥാപിക്കുക, ദേവസ്വം ജീവനക്കാരുടെ സർവീസ് പ്രായപരിധി 60 വയസ്സാക്കി ഏകീകരിക്കുക, ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുകൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ പ്രസിഡന്റ് രമേശൻ കരുമത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EK നാരായണനുണ്ണി, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി KR സൂരജ്, പാലിയത്ത് ശങ്കുണിരാജ്, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, AV പ്രശാന്ത്, ഏലംകുളം ഉണ്ണികൃഷ്ണൻ, KV വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഗജരത്നം ഗുരുവായൂർ പത്മനാഭന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്മരണാഞ്ജലി. 6ാം ഓർമ്മദിനത്തിൽ ശ്രീവത്സം അതിഥി മന്ദിരവളപ്പിലെ പത്മനാഭ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് പത്മനാഭന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, C മനോജ്, മനോജ് B നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേവസ്വത്തിലെ ദാമോദർദാസ്, കൃഷ്ണനാരായണൻ, ദേവദാസ് എന്നീ കൊമ്പന്മാരും പത്മനാഭന് സ്മരണാഞ്ജലി നേർന്നു. ഈ ആനകൾക്ക് ഊട്ടും നൽകി. 2020 ഫെബ്രുവരിയിലാണ് ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ചെരിഞ്ഞത്. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം നേടിയ മാധ്യമപ്രവർത്തകൻ KC ശിവദാസനെ ചാവക്കാട് പ്രസ് ക്ലബ്ബ് ആദരിച്ചു. പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ MS ശിവദാസ്, RH ഹാരിസ്, തേർലി മുകുന്ദൻ, രാജേഷ് ഗുരുവായൂർ, മേഘ പാവർട്ടി എന്നിവർ സംബന്ധിച്ചു. ചാവക്കാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കൂടിയാണ് KC ശിവദാസ്. ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം AC മൊയ്തീൻ MLA സ്ഥലം സന്ദർശിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KR ഗിരീഷ്, സുഗിജ സുമേഷ്, വാർഡ് മെമ്പർ ആമിന സുലൈമാൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. വേലൂർ വെള്ളാറ്റഞ്ഞൂർ ഹരിജൻ ഉന്നതി ചെറുകുന്നിൽ ടവറിന് കുഴിയെടുക്കുന്നത് പ്രദേശവാസികൾ തടഞ്ഞു. കുഴിയെടുക്കുന്നത് പ്രദേശത്തെ കുടിവെള്ള വിതരണ ടാങ്കുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. വേലൂർ പഞ്ചായത്തിലെ 4 വാർഡുകളിലേക്കുള്ള കുടിവെള്ള ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ടവറിനായി കുഴിയെടുക്കുന്നത്. ടാങ്കിനോട് ചേർന്ന് 2.5 മീറ്റർ താഴ്ചയിൽ T ആകൃതിയിലാണ് കുഴിയെടുക്കുന്നത്.
ബലക്ഷയമുള്ള മണ്ണായതിനാൽ ടാങ്ക് മണ്ണിടിഞ്ഞ് നിലംപതിക്കുമോ എന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. കാലപ്പഴക്കമുള്ള ഹരിജൻ ഉന്നതി ടാങ്ക് 2004-ലാണ് ബലപ്പെടുത്തിയത്. അടിഭാഗം കരിങ്കൽ കെട്ടി ഉയർത്തിയ ടാങ്ക് കുഴിയെടുക്കുന്നതിനാൽ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കുന്നംകുളം MLA AC മൊയ്തീന്റെ 2022-23 വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടാങ്കും സ്ഥിതി ചെയ്യുന്നത്. ഈ ടാങ്കും കുഴിയെടുത്തതിനാൽ വലിയ സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത്. പഞ്ചായത്ത് അംഗം ശ്രീമതി ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ കുന്നിന്റെ പല ഭാഗവും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശം കൂടിയാണ്. കുന്നിനു താഴെ നിരവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ടാങ്ക് തകരുകയാണെങ്കിൽ താഴ്ഭാഗത്തുള്ള പ്രദേശവാസികളുടെ സ്വത്തിനും ജീവനും നാശം സംഭവിക്കും. പരാതിയെ തുടർന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ടാങ്കിന്റെ നിലവിലെ അവസ്ഥ പരിശോധിച്ചു. എരുമപ്പെട്ടി പോലീസെത്തി വിവിധ വകുപ്പുകൾക്ക് നൽകിയ പരാതികൾക്ക് പരിഹാരമാകുന്നതുവരെ പണി നിർത്തിവെക്കുവാൻ നിർദ്ദേശിച്ചു. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച ലയൺസ് ക്ലബ്ബുകളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു ദിനം ചെലവഴിക്കുക എന്നതാണ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ ലക്ഷ്യം വെക്കുന്നത്. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ പ്രൊജക്ടുകൾ പൂർത്തീകരിച്ച തത്തമംഗലം, കൊല്ലങ്കോട്, ചേലക്കര, ഗുരുവായൂർ പ്ലേയേഴ്സ് എന്നീ ക്ലബ്ബുകളെയാണ് ആദരിക്കുന്നത്. പ്രോജക്റ്റ് പൂർത്തീകരിച്ച വാടാനപ്പള്ളി, വെങ്കിടങ്ങ് സെൻട്രൽ, കാഞ്ഞാണി സെന്റർ എന്നീ ക്ലബ്ബുകളെ കഴിഞ്ഞ മാസത്തിൽ ആദരിച്ചിരുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ, മുൻ ഗവർണർ ജോസഫ് ജോൺ, പ്രോജക്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ, സുപ്രീം കോർഡിനേറ്റർ പീതാംബരൻ, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ സുരേഷ് കരുൺ, കുന്നംകുളം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുജിന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഴഞ്ഞി ചെറുത്തുരുത്തിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ കാട്ടുപന്നി വീണു. കോതനാത്ത് വീട്ടിൽ അരുൺകുമാറിന്റെ പറമ്പിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരായ അഭിഷേക് MA, VC രബീഷ്, വിവേക് V നായർ, ശരത് TS, സിദ്ധാർത്ഥ് NS, മിഥുൻ MM, ബിജു MS, മണികണ്ഠൻ പുതുരുത്തി എന്നിവർ ചേർന്ന് പന്നിയെ കിണറ്റിൽ നിന്നും കയറുകൊണ്ട് കെട്ടിയിട്ടു. പഞ്ചായത്ത് അംഗം PP അഖിൽ അറിയിച്ചതിനെ തുടർന്ന് VV മുകേഷ് സ്ഥലത്തെത്തി കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പഞ്ചായത്ത് അംഗം PP അഖിൽ പറഞ്ഞു. നെൽകൃഷിയും ചേമ്പും വാഴയും കുത്തിമറിച്ച് നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡ് ചെറുതുരുത്തിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പറമ്പിൽ കർഷകൻ വന്ന് നോക്കുമ്പോഴാണ് കണ്ടത് കിണറ്റിൽ പന്നി വീണ് കിടക്കുന്നത് കണ്ടത്. ചേമ്പ് അതുപോലെ തന്നെ നെൽകൃഷികളൊക്കെ വ്യാപകമായി വാഴ തുടങ്ങിയിട്ടുള്ളതൊക്കെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈസൻസ് ഉള്ള ആളെ വിളിച്ചിട്ടുണ്ട്, വെടിച്ചു. കടപ്പുറം പഞ്ചായത്ത് 2026-27 വർഷത്തിലെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീഷ്മ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് അധ്യക്ഷനായി. ആസൂത്രണ സമിതി, വർക്കിംഗ് ഗ്രൂപ്പ്, വാർഡ്, ഗ്രാമസഭകൾ തുടങ്ങിയ യോഗങ്ങളിലൂടെ ഉയർന്നുവന്ന ചർച്ചകളുടെയും നിർദ്ദേശങ്ങളുടെയും ഭാഗമായുള്ള കരട് പദ്ധതി രേഖയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. പുതിയ കാലത്തെ മാറ്റങ്ങളും നിലവിലെ സംവിധാനങ്ങളും കോർത്തിണക്കിയുള്ള പദ്ധതികളുടെ കരട് രൂപം സെമിനാറിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അഷ്കർ അലി അവതരിപ്പിച്ചു. കായിക ഗ്രാമം, കായിക കടപ്പുറം, കായിക പഠനം, പ്രവാസ ശ്വാസം, കായലും കടലും, വിജയതീരം, വായനയിടം, സ്മാർട്ട് ലൈബ്രറി, തൊഴിലിടം, സുഖനിദ്ര, തെരുവുനായ ഷെൽട്ടർ, MCF, പ്രകാശഗ്രാമം, മൊബൈൽ ക്രിമിറ്റോറിയം, ചിൽഡ്രൻസ് പാർക്കുകൾ തുടങ്ങി നൂതനമായതും പഴമ നിറഞ്ഞതുമായ ഒട്ടേറെ വ്യത്യസ്ത പദ്ധതികളുടെ പെരുമ വിളിച്ചോതിക്കൊണ്ടാണ് പദ്ധതി കരട് രൂപം അവതരിപ്പിക്കപ്പെട്ടത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ബഷീർ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM ഷാഹിദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർമാരായ RK ഇസ്മായിൽ, മുരളീധരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PM മുജീബ്, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CM സുഹാസ് സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീറ ഷിഹാബ് നന്ദിയും പറഞ്ഞു. ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി ഗുരുവായൂർ നിയോജക മണ്ഡലതല ഹെൽത്തി കേരള ഹെൽത്ത് ക്യാമ്പയിനും എക്സ്പോയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ഫെസിലിറ്റേഷൻ സെന്റർ ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V അനൂപ് അധ്യക്ഷത വഹിച്ചു. ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, ഗുരുവായൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രതി ജനാർദ്ദനൻ, കൗൺസിലർമാരായ AS മനോജ്, P രമേശ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ചാക്കോ, ഡോക്ടർ ലിറ്റി ടോം, ഡോക്ടർ ശ്രുതി M ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു.
ആരോഗ്യകരമായ ഭക്ഷണം, മതിയായ വ്യായാമം, കൃത്യമായ ഉറക്കം, ആരോഗ്യ പരിപാലനം എന്നിവയുടെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പൊർക്കളങ്ങാട് ശ്രീ വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗോളക സമർപ്പണ ഘോഷയാത്ര നടന്നു. വൈകിട്ട് 5 മണിക്ക് പൊർക്കളങ്ങാട് ശ്രീ ഇടമന ശിവക്ഷേത്രത്തിൽ നിന്നും വട്ടിരിങ്ങൽ ക്ഷേത്രത്തിലേക്ക് പൂത്താലങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ ഉഭയൂർ പരമേശ്വരൻ നമ്പൂതിരി, പൊർക്കളങ്ങാട് അയ്യപ്പക്ഷേത്രം തന്ത്രി ചന്ദ്രബോസ് ശാന്തി, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. തട്ടകത്തെ നിവാസിയായ രജിത അനിൽ മേപ്പറമ്പത്ത് വഴിപാടായി സമർപ്പിക്കുന്ന ഗോളക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായ വെള്ളിയാഴ്ച ദേവിക്ക് സമർപ്പിക്കും. പ്രതിഷ്ഠാദിനമായ നാളെ ഇതിനോടൊപ്പം പ്രത്യേക പൂജകൾ, കലശമാടൽ, തന്ത്രി പൂജ കൂടാതെ വിവിധ ശ്രീ കൂട്ടായ്മയുടെ തിരുവാതിരക്കളിയും ഉണ്ടാകും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്കും വൈകിട്ടും പ്രസാദഊട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് സ്പെഷ്യൽ ചുറ്റുവിളക്ക്, സ്ത്രീ കൂട്ടായ്മയുടെ താലം വരവ് എന്നിവയും നടക്കും. കുന്നംകുളം അടുപ്പൂട്ടി സെന്റ് മേരി മാഗ്ലിൻ കോൺവെന്റ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം, ഗാല ഫിനാലെ സെറമണിയും വാർഷികാഘോഷവും വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10-ന് ആരംഭിക്കുന്ന ചടങ്ങുകളുടെ ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിക്കും. കുന്നംകുളം ഭദ്രാസനാധിപൻ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, ഗിവർഗീസ് മാർ പിലക്സിനോസ് മെത്രാപ്പൊലീത്ത, ഭാരത സർക്കാർ സീനിയർ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ പ്രിൻസൺ വർഗീസ് IAS, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, തൃശൂർ DDE PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. തൃശൂർ പല്ലവി ക്രിയേഷൻസിന്റെ സംഗീത പരിപാടിയും മറ്റു കലാപരിപാടികളും അരങ്ങേറും. പരിപാടി CCTV പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. പഴഞ്ഞി മാർ ബെസേലിയോസ് സ്കൂളിന്റെ 132ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഒറീലിയ 2K26 എന്ന പേരിൽ ആഘോഷിച്ചു. സ്കൂൾ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയുള്ള വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെ ഒറീലിയ 2K26 വാർഷികാഘോഷത്തിന്റെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് 500-ൽ പരം വിദ്യാർത്ഥികൾ ഒന്നിച്ചണിചേർന്നുള്ള നൃത്താവിഷ്കാരം പള്ളി അങ്കണത്തിൽ നടന്നു. വാർഷികാഘോഷം സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക്കിന്റെ അധ്യക്ഷതയിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂളിന് അഭിമാന നേട്ടം സമ്മാനിച്ച LSS സ്കോളർഷിപ്പ് വിജയികളായ 7 വിദ്യാർത്ഥികളെയും LP വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനം നേടിയ വിദ്യാലയത്തിലെ കലാപ്രതിഭകളെയും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളായ അക്സ PM, സാഫല്യ SS എന്നിവരെയും ആദരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ആന്റണി പൗലോസ് സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സന്ധ്യ സജിത്ത്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാക്ക്, വാർഡ് മെമ്പർ ജിൻസി സജു, പഞ്ചായത്ത് അംഗങ്ങളായ അഖിൽ പരമേശ്വരൻ, അഞ്ജു സുധീഷ്, സ്വപ്ന പ്രിൻസ്, പള്ളി ട്രസ്റ്റി സാംസൺ S പുലിക്കോട്ടിൽ, ഹെഡ് മാസ്റ്റർ ജിബ്ലസ് ജോർജ്, CO ചെറിയാൻ മാസ്റ്റർ, ഡേവിസ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ്, MPTA പ്രസിഡന്റ് ജൂബി സജി, സോണി സക്കറിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഹെഡ് മാസ്റ്റർ ജിബ്ലസ് ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ഫെമി വർഗീസ്, PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ്, അധ്യാപകരായ ജിൽസി P ജോസ്, നിസ വർഗീസ്, സിസി KT, MPTA പ്രസിഡന്റ് ജൂബി സജി, PTA വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ, MPTA വൈസ് പ്രസിഡന്റ് ഹേമ സുജിത്ത്, PTA ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സും വിദ്യാർത്ഥികൾക്ക് ചിത്രകലാ ക്യാമ്പും സംഘടിപ്പിച്ചു. തൊഴിയൂർ CM UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് PM ബിജു അധ്യക്ഷനായി. പ്രീതി ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം V വിദ്യാധരൻ വിഷയാവതരണം നടത്തി. ചിത്രകലാ അധ്യാപകൻ ഗോപി കൃഷ്ണൻ ചിത്രകലാ ക്യാമ്പിൽ ക്ലാസ് എടുത്തു. യോഗത്തിൽ വായനശാല സെക്രട്ടറി NK സുഗതൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ബാബു കുണ്ടുകുളം നന്ദിയും പറഞ്ഞു. റീന ടീച്ചർ, ശോഭ ടീച്ചർ, പെറ്റർ, വായനശാല പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ക്യാമ്പിൽ 70ഓളം കുട്ടികൾ പങ്കെടുത്തു.
കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കുക, വാഹനങ്ങളുടെ പെർമിറ്റ്, ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് NS ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. VS സുരേഷ്, CH ലാഷ്, MM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. KN രാധാകൃഷ്ണൻ, KK മണി, TK വേണു, CL ജോസ് എന്നിവർ നേതൃത്വം നൽകി. മജ്ലിസ് ഉന്നൂർ എരുമപ്പെട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് റംസാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം എരുമപ്പെട്ടി മുഹിദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് ഖത്തീബ് അത്തീഖ് റഹ്മാൻ ബാഖവി, മജ്ലിസ് ഉന്നൂർ സംഘ രക്ഷാധികാരി PM മുഹമ്മദ് അലി ഹാജിയിൽ നിന്നും കിറ്റ് ഏറ്റുവാങ്ങി. കൺവീനർ ഉല്ലാസ് മുഹമ്മദ്, വർക്കിംഗ് കൺവീനർ PM യൂസഫ്, മുത്തലിബ് ഹാജി, അബ്ബാസ് കാരങ്ങിൽ, KM ബഷീർ, മുഹമ്മദ് ബാഖവി, ഷഹീർ ഫാളിലി, ഷെഫീഖ്, ഷെബീർ, ഉസ്മാൻ സീരകത്ത്, ഉമ്മർ സീരകത്ത് എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിയും ഗ്യാരണ്ടിയും ഒഴിവാക്കിയ കേന്ദ്ര നിലപാട് റദ്ദാക്കുക, ജീവനക്കാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെക്സ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് G സുബോധൻ, മെക്സ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പെരിങ്ങമല സജീബ് ഖാൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MM മോസിൻ, ജില്ലാ പ്രസിഡന്റുമാരായ KB ഷഹാൽ, KG ഹരിദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മണ്ണാർക്കാട്, സംസ്ഥാന സെക്രട്ടറി ഷാഫി പെരുവള്ളൂർ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ മാർച്ചിന് നേതൃത്വം നൽകി. മറാഠ സാമ്രാജ്യത്തിന്റെ രാജാവായ ഛത്രപതി ശിവജി മഹാരാജിന്റെ ജയന്തി എരുമപ്പെട്ടി മുരിങ്ങാത്തേരിയിൽ ആഘോഷിച്ചു. തൃശൂർ മറാഠ ഗോൾഡ് ആൻഡ് സിൽവർ റിഫൈനറി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആഘോഷം നടത്തിയത്. മുരിങ്ങത്തേരി സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ശിവജി മഹാരാജിന്റെ അർദ്ധകായ പ്രതിമയിൽ പുഷ്പഹാരവും പുഷ്പങ്ങളും സമർപ്പിച്ച് ആരതി ഒഴിഞ്ഞ് പൂജ നടത്തി. ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം ജോയിന്റ് സെക്രട്ടറി സന്തോഷ് പവാർ നിർവഹിച്ചു. അഡ്വക്കേറ്റ് VP മഹേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. ദന്തനാൽ ദണ്ഡെ, ഭാസ്കർ ഗോയ്ക്കോട്ട്, രാഹുൽ പാടി, നാഥ കോറത്ത്, ധൻജയ് മാളി, കുമാർ സേഠ്, യുവരാജ് മൂളി എന്നിവർ നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സോപാനം മ്യൂസിക് പുറത്തിറങ്ങുന്ന കൃഷ്ണകാന്തി കൃഷ്ണഭക്തിഗാനം ഓഡിയോ പ്രകാശനം വെള്ളിയാഴ്ച രാവിലെ 10-ന് വാസ്തുവിദ്യാ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ക്ഷേത്രത്തിൽ പ്രസാദഊട്ടുണ്ടാകും. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം വെള്ളിത്തിരുത്തി ശ്രീലക്ഷ്മിയും ശ്രീ പാർവതിയും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,415 രൂപ, പവന് 1,15,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചരമം മന്നലാങ്കുന്ന് കിണറിന് പടിഞ്ഞാറു ഭാഗം താമസിക്കുന്ന പെരുവഴിപ്പുറത്ത് പരേതനായ ആലി മകൻ അബൂട്ടി നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാങ്കുന്ന് ജുബാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. താഹിറ ഭാര്യയും നിഷാദ്, നൌഷീദ്, നസീറ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പരേതനായ തെക്കേക്കര ഇട്ടിയര മകൻ മാത്യു നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം V നാഗൽ ബെറിയൽ സെമിത്തേരിയിൽ നടക്കും. മേഴ്സി മാത്യു ഭാര്യയാണ്. സജു, സൗമ്യ എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ പരേതനായ പുതിയടത്ത് ബാലൻ മകൻ ശിവപ്രസാദ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. സുജ ഭാര്യയും പ്രസീത, ബാലകൃഷ്ണൻ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH66 എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് റിയാസ് നിർവഹിച്ചു.
വ്രതശുദ്ധിയുടെ നാളുകൾക്ക് തുടക്കം. പാപമോചനത്തിലൂടെയും ആത്മസംസ്കരണത്തിലൂടെയും ജീവിത വിശുദ്ധി നേടിയെടുക്കുന്ന റമദാൻ വ്രതത്തിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ പ്രവേശിച്ചു. മസ്ജിദുകളിൽ തറാവി നമസ്കാരം ആരംഭിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നുകൾക്കും റിലീഫ് പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രജിസ്റ്റേർഡ് വാഹന സ്ക്രാപ്പിംഗ് കേന്ദ്രത്തിന് എടപ്പാളിൽ തറക്കല്ലിട്ടു. KSRTC, സിംകോ, RVSF സംയുക്ത സംരംഭത്തിന്റെ ശിലാസ്ഥാപനം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. LKG, UKG കുട്ടികൾ പഠിക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട്സ് സ്കൂളിൽ മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ 1:30 സംഭവം. 2000 രൂപ നഷ്ടപ്പെട്ടു. കുട്ടികൾ പഠിക്കട്ടെ എന്ന കുറിപ്പും വെച്ചാണ് മോഷ്ടാവ് മടങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പോർക്കുളം കണ്ടംപുള്ളി ബാലന്റെ 2ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. പോർക്കുളം പരേതനായ കണ്ടംപുള്ളി ബാലൻ മകൻ സുമേഷിന്റെ 14ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.